നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരു ജയന്തി SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അടിച്ചമർത്തപ്പെട്ടവന്റെ ഉന്നമനത്തിന് ഒരായുസ് മുഴുവൻ പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് CP മുഹമ്മദ് MLA. ക്ലീൻ നിലവിളിക്കുന്ന പദ്ധതി കർശനമായി നടപ്പാക്കാൻ ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത തീരുമാനം. മാലിന്യ നിക്ഷേപം തടയാൻ ജനകീയ സമിതിയും. പെരിന്തൽമണ്ണ കോടതി പരിസരവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരവും ചളിക്കുളം. മഴ പെയ്താൽ വഴി അടയും. കാൽനടയാത്ര പോലും ദുസ്സഹം. ഉന്നതതലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിജയധാര പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് തിരഞ്ഞെടുത്ത 60ഓളം വിദ്യാർത്ഥികൾക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ തന്റെ ധീഷ്ണയും ആയുസ്സും ഉപയോഗിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് CP മുഹമ്മദ് MLA പറഞ്ഞു. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വാണിയംകുളത്ത് സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക ആചാര്യൻ എന്നതിലും വർദ്ധിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തി എന്നതിലുമപ്പുറം ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണെന്നും CP മുഹമ്മദ് MLA പറഞ്ഞു. മഹാനായ ശ്രീനാരായണ ഗുരുദേവനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യൻ എന്നുള്ളതിനപ്പുറം അതുപോലെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വിശ്വാസ പ്രമാണം ലോകത്തെ പഠിപ്പിച്ച ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്നുള്ളതിനപ്പുറം സാമൂഹ്യ പരിവർത്തനത്തിന്റെ ചാലകശക്തിയായി നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് തന്റെ ധീക്ഷണയും ഒരു പുരുഷായുസ്സുള്ള ജീവിതവും പരമാവധി ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വാണിയംകുളത്ത് നടന്ന സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MR മുരളി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം K ശ്രീവത്സൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഭാസ്കരൻ, പഞ്ചായത്ത് അംഗം K നിഷ, M അരവിന്ദാക്ഷൻ, TP കൃഷ്ണകുമാർ, CC ജയൻ, ശ്രീ സതീശൻ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് യൂണിയന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ശാഖകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് എടത്തനാട്ടുകരയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എടത്തനാട്ടുകര SNDP ശാഖയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. രാവിലെ ശാഖാ പ്രസിഡന്റ് P അശോകൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ഗുരുപൂജ, ഗുരുഭജന എന്നിവയ്ക്ക് ശേഷം ഘോഷയാത്ര ആരംഭിച്ചു. രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ളവർ ബൈക്ക് റാലി, കാൽനട ജാഥ, ചെണ്ട, വാദ്യമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ കോട്ടപ്പള്ള ജംഗ്ഷനിൽ സംഗമിച്ച് വട്ടവണ്ണപ്പുറം ഗുരുമന്ദിരത്തിലേക്ക് നീങ്ങി. തുടർന്ന് നടന്ന പൊതുയോഗം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM സുഗണകുമാരി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. SSLC മുതൽ ഡിഗ്രി ക്ലാസ് വരെയുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മണ്ണാർക്കാട് യൂണിയൻ പ്രസിഡന്റ് NR സുരേഷ് ആദരിച്ചു. യൂണിയൻ ഡയറക്ടർ CD തിലകരാജ് ചതയദിന പ്രഭാഷണം നടത്തി. A മുകുന്ദൻ, K തോമസ് കുര്യൻ, M റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് മണ്ണാർക്കാട് പൊമ്പ്രയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം M ഹംസ MLA നിർവഹിച്ചു. മരാട് SNDP ശാഖ പ്രസിഡന്റ് P ചിന്നക്കുട്ടൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് ബൈക്ക് റാലിയും ഘോഷയാത്രയും നടന്നു. ഘോഷയാത്ര പൊമ്പ്രയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം M ഹംസ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് NR സുരേഷ് അധ്യക്ഷത വഹിച്ചു. പുസ്തക വിതരണം യൂണിയൻ ഡയറക്ടർ CD തിലകരാജ് നിർവഹിച്ചു. ഗോവിന്ദൻ, സുന്ദരൻ, പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലീൻ നിലവിളിക്കുന്ന പദ്ധതി കർശനമായി നടപ്പിലാക്കാൻ ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകളും ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. മുണ്ടൂർ ചെർപ്പളശ്ശേരി സംസ്ഥാന പാതയിൽ മംഗലാംകുന്നിനടുത്ത് നിലവിളിക്കുന്നിൽ വിജനമായ സ്ഥലത്ത് കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ക്ലീൻ നിലവിളിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനം ശക്തമാക്കി. ഇരു ഗ്രാമപഞ്ചായത്തുകളും മാലിന്യം നിക്ഷേപിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മാലിന്യ നിക്ഷേപം തടയാൻ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നിലവിളിക്കുന്നിൽ കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളെ ഇത് മലിനമാക്കുന്നതായും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ദുർഗന്ധം കാരണം ഏറെ പ്രയാസവും നേരിടുന്നുണ്ട്. കോഴി അവശിഷ്ടങ്ങളും മറ്റ് മാംസാവശിഷ്ടങ്ങളും പക്ഷികൾ കൊത്തി സമീപത്തെ കിണറിൽ കൊണ്ടിടുന്നതായി വ്യാപകമായ പരാതിയും ഉയർന്നിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപം തടയാൻ പല മാർഗങ്ങളും ഇരു ഗ്രാമപഞ്ചായത്തുകളും നോക്കിയെങ്കിലും പൂർണ്ണമായും വിജയിപ്പിക്കാനായില്ല.
ഇതിനെ തുടർന്നാണ് നാട്ടുകാരുടെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ ക്ലീൻ നിലവിളിക്കുന്ന പദ്ധതിക്ക് ഇരു ഗ്രാമപഞ്ചായത്തുകളും രൂപം നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ ഏലംകുളം സോഷ്യോ എഡ്യൂക്കേഷൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിജയധാര പദ്ധതി ആരംഭിച്ചു. മാറിവരുന്ന ലോക സാഹചര്യത്തിൽ കുട്ടികളെ ഉന്നത വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയധാര പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. മാറിവരുന്ന ലോക സാഹചര്യത്തിനനുസരിച്ച് കുട്ടികളെ ഉന്നത രംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനും ലക്ഷ്യമാക്കിയാണ് ഏലംകുളം സോഷ്യോ എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയധാര പദ്ധതി തുടങ്ങിയത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ UP വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകും. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 5 UP വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 60ഓളം വിദ്യാർത്ഥികൾക്ക് സോഷ്യോ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച പരിശീലനം ആരംഭിച്ചു. പുതിയ ലോക സാഹചര്യത്തിൽ കുട്ടികളെ ഉന്നത തലങ്ങളിലേക്ക് നയിക്കുകയാണ് വിജയധാര പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സൊസൈറ്റി പ്രസിഡന്റ് കെ രാജുട്ടി പറഞ്ഞു. പുതിയ ലോക സാഹചര്യങ്ങളിൽ അവര് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ എങ്ങനെ പങ്കാളികളാക്കണം എന്നുള്ളതാണ് ഏലംകുളത്ത് 2004 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യോ എഡ്യൂക്കേഷൻ സർവീസ് സൊസൈറ്റി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 60 കുട്ടികൾ അവരുടെ രക്ഷിതാക്കളെ നേരിട്ട് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഏലംകുളം വില്ലേജിലാണിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ദേശീയ സർവകലാശാലകളിലേക്കും ലോകോത്തര നിലവാരമുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികളുടെ അഭിരുചി രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ വഴി തിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കൂട്ടായ്മയാണ് സത്യത്തിൽ ഈ സംരംഭത്തിലൂടെ അല്ലെങ്കിൽ വിജയധാര എന്ന പേരിലുള്ള ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സോഷ്യോ എഡ്യൂക്കേഷൻ സർവീസ് സൊസൈറ്റി അഥവാ ലക്ഷ്യമിടുന്നത്. പൊതുവിജ്ഞാനം, അടിസ്ഥാന ഗണിതം, ഭാഷാഭിരുചി എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് നടത്തിയ പരീക്ഷയോടെയാണ് വിജയധാര പദ്ധതി തുടങ്ങിയത്. UP തലത്തിൽ 5-6 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് വിജയധാര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർക്ക് ഹയർ സെക്കൻഡറി വരെ വിവിധ തലങ്ങളിൽ പരിശീലനം നൽകും. വെള്ളിയാഴ്ച നടന്ന വിജയധാര പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും എത്തിയിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം T. ഹാജറുമ വിജയധാര പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സോഷ്യോ എഡ്യൂക്കേഷണൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് കെ രാജുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK അബൂബക്കർ സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. മോഹനൻ, ശങ്കരനുണ്ണി, വിജയലക്ഷ്മി എന്നിവരും PK ഷൌക്കത്ത് അലി, ശീലത്ത് റഷീദ്, C. മുഹമ്മദ് സാലിഹ് എന്നിവരും സംസാരിച്ചു. പരിപാടിയിൽ SSLC, +2 എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ അവാർഡുകളും വിതരണം ചെയ്തു. വാർത്തകൾ തുടരുന്നു. സർക്കാർ ഓഫീസുകൾക്ക് നാണക്കേടായി പെരിന്തൽമണ്ണ കോടതിയുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെയും പരിസരം മഴ പെയ്താൽ ചെളിക്കുളത്തിന് സമാനമായ അവസ്ഥയിലാണ്. ഏറെ പാടുപെടുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി ഈ ഓഫീസുകളിൽ എത്തുന്നവരുമാണ്. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, കുടുംബ കോടതി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരം മഴ പെയ്താൽ ചെളിക്കുളമാണ്. ഇവിടം ചെളിക്കുളമായതോടെ കോടതിയിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും വരുന്ന ആളുകൾക്ക് കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണിപ്പോൾ. ടാറിംഗ് നടത്താത്തതും അഴുക്കുചാൽ നിർമ്മിക്കാത്തതുമാണ് മഴ പെയ്താൽ ഈ ഭാഗം ചെളിക്കുളമാകാൻ പ്രധാന കാരണം. ഏതാനും മീറ്ററുകൾ മാത്രമാണ് റോഡ് നിർമ്മിക്കേണ്ടത്. ചില ഭാഗത്ത് വൻ കുഴികൾ തന്നെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുമുണ്ട്. പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ പട്ടാമ്പി റോഡിലെ പോസ്റ്റ് ഓഫീസ് ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയാണിത്. വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങൾക്ക് ദുസ്സഹമാവുന്ന ഈ അവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് രോഗികളെ വലച്ചു. വെള്ളിയാഴ്ച ആശുപത്രിയിലെത്തിയ രോഗികളാണ് മരുന്ന് കിട്ടാതെ വലഞ്ഞത്. മരുന്ന് നൽകാൻ ജീവനക്കാരില്ലാഞ്ഞതാണ് വെള്ളിയാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെത്തിയ രോഗികളെ വലച്ചത്. ആശുപത്രിയിൽ രാവിലെ എത്തിയ രോഗികളെ പരിശോധിച്ച് ഡോക്ടർമാർ മരുന്ന് കുറിച്ച് നൽകിയെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടും രോഗികൾക്ക് ഫാർമസിയിൽ നിന്നും മരുന്ന് കിട്ടിയില്ല. 3 ജീവനക്കാരുള്ള ഫാർമസിയിൽ വെള്ളിയാഴ്ച ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് കാരണം ഫാർമസിക്ക് മുമ്പിൽ നീണ്ട ക്യൂ തന്നെ രൂപപ്പെട്ടു. മഴയും വെയിലും കൊണ്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്ന രോഗികളിൽ പലരും തളരുകയും ചെയ്തു. ദിനംപ്രതി 500ഓളം പേർ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഓണത്തിന് ജീവനക്കാർ അവധിയെടുത്തതാണ് വെള്ളിയാഴ്ച രോഗികളെ വലച്ചത്. മറ്റ് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താഞ്ഞതും രോഗികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഭയങ്കര വിഷമമാണ് ജനങ്ങൾക്ക്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ വേഗം മരുന്ന് കൊടുക്കാം. ആദ്യം ചേർത്തുകൊണ്ടാണ്
ഇത്രയും ജനങ്ങൾ ഇവിടെ ഈ മണിക്കൂറടക്കം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരാളെ വെച്ചിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? മരുന്ന് കൊടുക്കാൻ ആളില്ല. ആ ഒരാളുള്ളൂ. ഒരാളെ പോയിട്ട് വന്നിട്ടില്ല. മരുന്നിട്ടില്ല. 3 മണിക്കൂറായി ഇവിടെ നോക്കുന്നത്. ഡോക്ടർമാരില്ലായിരുന്നു. ഡോക്ടർമാർക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. മരുന്ന് കൊടുക്കുന്നവർക്ക് സ്റ്റാഫില്ല. കുറെ നേരം മണിക്കൂറായി ഇരിക്കാൻ പറയുന്നത്. പേര് കൊണ്ടിരിക്കണം. ഭയങ്കര ക്ഷീണമാണ്. ആളില്ലേ ഞങ്ങൾ വെയിൽ കൊണ്ട് സ്കൂളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മഴ പെയ്യും, മഴയും കൊള്ളാം, വെയിലും കൊള്ളാം. ഒരാളുണ്ട് നിർത്തി. ചെറുപ്പശ്ശേരി കസ്തൂർബ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഓണം റംസാൻ ആഘോഷ പരിപാടികൾ നടന്നു. കൂട്ട ഓട്ടം, സ്ലോ സൈക്ലിംഗ്, വടംവലി തുടങ്ങിയ പരിപാടികളാണ് വെള്ളിയാഴ്ച നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു. ചെറുപ്പശ്ശേരി മാണ്ടങ്കരി യങ്സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണം ഈദ് ആഘോഷ പരിപാടികൾ കച്ചേരിക്കുന്നിൽ നടന്നു. ശനി ഞായർ ദിവസങ്ങളിലായി ഫൈവ്സ് ഫുട്ബോൾ മേളയും സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്തും പരിസര പ്രദേശങ്ങളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. MV കിട്ടു സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണപുരം പുളിയേക്കാട്ട് തെരുവിൽ ഓണാഘോഷ പരിപാടികൾ നടന്നത്. ക്രോസ് കൺട്രി, പൂക്കള മത്സരം, ജനറൽ ക്യൂസ്, കസേരകളി, മിഠായി പെറുക്കൽ, നാടൻപാട്ട് തുടങ്ങിയ മത്സരങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വൈകിട്ട് അനുമോദന യോഗവും സമ്മാനദാനവും നടന്നു. പുഞ്ചപ്പടം തലയണക്കാട് ബാഴ്സലോണ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് തലയണക്കാട് ALP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മിഠായി പെറുക്കൽ, ലെമൺ സ്പൂൺ, കസേരകളി, ഉറിയടി തുടങ്ങിയ 15ഓളം മത്സരങ്ങളാണ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നത്. ക്ലബ് സെക്രട്ടറി P. കൃഷ്ണദാസ് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിജയികൾക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു. വൈകിട്ട് 10ഓളം ടീമുകൾ പങ്കെടുത്ത വടംവലിയും ഉണ്ടായിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഗുപ്തൻ സേവന സമാജം മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. സിംഗപ്പൂർ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ പ്രഹ്ലാദ് വടക്കേപ്പാട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോയമ്പത്തൂരിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടുമെങ്കിലും ഗുണനിലവാരം കുറവാണെന്നാണ് വിലയിരുത്തലെന്ന് പ്രൊഫസർ പ്രഹ്ലാദ് വടക്കേപ്പാട്ട് പറഞ്ഞു. അച്ഛനന്മാരെ ശ്രദ്ധയില്ലാതെയാണ് പല സ്കൂളിലേക്കും പറഞ്ഞയക്കുന്നത്. ഉദാഹരണത്തിന് കോയമ്പത്തൂർ മാർക്ക് നല്ല കിട്ടുന്നതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് അയക്കുന്നത്. മാർക്ക് കിട്ടിയതുകൊണ്ട് കുട്ടിക്ക് ജോലി നന്നായിട്ട് കിട്ടുന്നില്ല. കാരണം ഇതിന്റെ ജോലി റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇവിടുന്ന് വരുന്നവർക്ക് മാർക്ക് കൂടും, ഇവിടുന്ന് വരുന്നവർക്ക് മാർക്ക് കമ്മിയായി. അപ്പൊ അതിനനുസരിച്ച് അവര് അതിനെ സന്തുലനം ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കോളേജുകൾ സെലക്ട് ചെയ്യാൻ. നമ്മുടെ കോളേജില് നല്ല ഫാക്കൽറ്റിയാണ്, നല്ല പ്ലാനുകളുണ്ട്. ഞായറാഴ്ച ഒരു കൊളോക്യമുണ്ട്. 4 സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് വളരെയധികം നല്ല രീതിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ ഇത്തരക്കാർക്ക് പല സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. A. ഗോവിന്ദനാഥ ഗുപ്തൻ അധ്യക്ഷത വഹിച്ചു. ഓണപ്പതിപ്പ് തഹസിൽദാർ A. ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു. P. നാരായണൻകുട്ടി ഗുപ്തൻ, A. രാമചന്ദ്ര ഗുപ്തൻ, A. ജയദേവ ഗുപ്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ നടന്നുവന്ന പരിപാടികൾ സമാപിച്ചു. നിമഞ്ജന ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പട്ടാമ്പിയിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ച് നടന്ന നിമഞ്ജന ഘോഷയാത്ര ഭക്തിനിർഭരമായി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു നിമഞ്ജന ഘോഷയാത്ര. ഘോഷയാത്രകൾ ടൗണിൽ സംഗമിച്ച ശേഷം ഒരുമിച്ച് ഭാരതപ്പുഴയിലെത്തി ഗണേശ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്തു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. 10 ദിവസം നീണ്ടുനിന്ന പരിപാടികളാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നത്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിച്ച C. വിശ്വനാഥന് ബാങ്ക് ഭരണസമിതി യാത്രയയപ്പ് നൽകി. M. ഹംസ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC, +2 എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് P. K. ശശി ആദരിച്ചു. ബാങ്കിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ദേവി നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് K. സുദർശനകുമാർ അധ്യക്ഷത വഹിച്ചു. T. ഗോപാലകൃഷ്ണൻ, P. മനോമോഹനൻ, P. മുസ്തഫ, M. ജയകൃഷ്ണൻ, P. ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ചുമതല ഏറ്റുവാങ്ങിക്കൊണ്ട് ധനമന്ത്രി പറഞ്ഞത് ഇന്ത്യൻ ബാങ്കുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങൾ കുറഞ്ഞു വരുന്നുവെന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുവെന്നും
ആ കുറഞ്ഞു വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു സഹകരണ ബാങ്കും നിക്ഷേപങ്ങൾ കുറയുന്നില്ല. അടനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾ കുറയുകയല്ല, നിക്ഷേപങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരു ജയന്തി SNDP ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അടിച്ചമർത്തപ്പെട്ടവന്റെ ഉന്നമനത്തിന് ഒരായുസ് മുഴുവൻ പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് CP മുഹമ്മദ് MLA. ക്ലീൻ നിലവിളിക്കുന്ന പദ്ധതി കർശനമായി നടപ്പാക്കാൻ ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത തീരുമാനം. മാലിന്യ നിക്ഷേപം തടയാൻ ജനകീയ സമിതിയും. പെരിന്തൽമണ്ണ കോടതി പരിസരവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരവും ചളിക്കുളം. മഴ പെയ്താൽ വഴി അടയും. കാൽനട യാത്ര പോലും ദുസ്സഹം. ഉന്നതതലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിജയധാര പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് തിരഞ്ഞെടുത്ത 60ഓളം വിദ്യാർത്ഥികൾക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.